ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്ന് ഇടയ്ക്ക് സെൽഫ് വർക്ക് ചെയ്യാത്തൊരു കംപ്ലയിൻ്റ് ആയിരുന്നു കാണിച്ചിരുന്നത്. നമ്മളതിൻ്റെ ബെൻഡെക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു. ഇപ്പോൾ ബെൻഡെക്സ് ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. ബെൻഡെക്സ് നല്ല വർക്കിംഗ് കറക്റ്റാണ്. ബെൻഡെക്സിന് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു. ബാറ്ററി ഇരിക്കുന്നത് 2018 മോഡൽ ബാറ്ററിയാണ്. 2018 ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ ബാറ്ററിയുടെ വോൾട്ടും അതിൻ്റെ കംപ്ലയിൻ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോയിരുന്നു. ബാറ്ററിയുടെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.86 വോൾട്ട് കാണിക്കുന്നുണ്ട്. സെൽഫ് വർക്കിങ് നമുക്ക് ആംബിയറും കൂടി വേണം. അപ്പോൾ അത് ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ കംപ്ലയിൻ്റ് ഉണ്ടോയെന്നറിയാം. ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റിയാലാണ് സെൽഫ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ സെൽഫ് മോട്ടറിൻ്റെ ഒരു കംപ്ലയിൻറ്റും കാണിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ടൈം ലാഗ്, ഒരു വലിച്ചിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും കറക്റ്റ് സെൽഫ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ബാറ്ററിയും അതുപോലെ തന്നെ സെൽഫിൻ്റെ മോട്ടറും മാറ്റണം. ഇപ്പോൾ രണ്ടും കൂടി മാറ്റി പറയുമ്പോൾ ഒരുപാട് കോസ്റ്റ് ആവും. അപ്പോൾ തൽക്കാലം കസ്റ്റമറിൻ്റെ ബാറ്ററി മാത്രം മാറ്റിയാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നീട് കൂടുതൽ പ്രശ്നം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് മോട്ടറും കൂടി മാറ്റാമെന്ന് പറഞ്ഞത്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ പ്രകാരം നമ്മൾ അതിൻ്റെ ബാറ്ററി മാത്രമാണ് ഇപ്പോൾ മാറ്റുന്നുള്ളൂ. പിന്നെ വീണ്ടും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ മോട്ടറും കൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാറ്ററി മാറ്റി വരുന്നതിനോട് എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.